ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആ പോസ്റ്റ് ഇട്ട പോലെ തന്നെ എനിക്ക് OBS പണി തന്നു. ഇടയ്ക്ക് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ OBSൽ നിന്ന് ഞാൻ സംസാരിക്കുന്ന ഓഡിയോൻ്റെ അത് മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് ഡിസ്കണക്റ്റ് ആയി പോവും. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എങ്ങനെ ഡിസ്കണക്റ്റ് ആയി പോകുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് പറ്റുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തുടങ്ങാറുണ്ടായിരുന്നുള്ളൂ വീഡിയോ എടുക്കാൻ. പിന്നീട് അങ്ങനെ പ്രശ്നമൊന്നും വരാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ നോക്കാറില്ലാണ്ടിരുന്നു. പിന്നീട് ഇന്നലെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ വെച്ച് നോക്കുമ്പോഴാണ്, എഡിറ്റ് ചെയ്യാൻ വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലായത് റെക്കോർഡിൽ ഓഡിയോ വന്നിട്ടില്ല. ഇതാണ് ആ ഒരു വുഡ് ഫാം എന്ന് പറയുന്നത്, വുഡ് ഷോപ്പ് എന്ന് പറയുന്നത്. ഇതുണ്ടാക്കാൻ അധികം സമയമൊന്നും എടുത്തിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ബാലന്റെ ലോകത്തിൻ്റെ വീഡിയോ ഇന്നലെ ഇടാൻ പറ്റാഞ്ഞതുകൊണ്ട് ഇന്ന് ബെഡ്റോക്കിലൊക്കെ ഇടാമെന്നായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചത് അത് വേണ്ട, കാരണം കറക്റ്റ് ആ ഒരു ഓർഡർ തന്നെ പോവാ, ഒരു ദിവസം വയ്യാലും കുഴപ്പമില്ലാന്ന്. ഞാൻ എപ്പോൾ ഒക്കെ ഡെയിലി വീഡിയോ ഇടാൻ വിചാരിച്ചാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണി എനിക്ക് തരും. അപ്പോൾ ഓൾറെഡി ഞാൻ ആ ഒരു വുഡ് ഷോപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ച് വെച്ചിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അതെന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആർമറിൻ്റെയും ടൂൾസിൻ്റെ ഒരു ഷോപ്പ് പോലെ അതന്നെ. അതും വലിയ പാടൊന്നും ഇല്ലാത്തൊരു ബിൽഡാണ്, സിമ്പിൾ തന്നെയാണ്. ഇന്നോട്ട് എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടുന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ പുതിയൊരു ഡിസ്കോഡിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഞാനത് ഇട്ടായിരുന്നു ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ. എന്താ വെച്ചാൽ എൻ്റെ ആദ്യത്തെ ആ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നു. അല്ല, പാസ്വേഡ് ഞാൻ കറക്റ്റ് നോട്ട് ചെയ്ത് വെച്ചു, പക്ഷേ ഞാൻ അടിക്കുമ്പോൾ അതല്ല എന്ന് കാണിച്ച്. പിന്നെ വേറെ വഴിയില്ലായിരുന്നു, പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി. അപ്പം എന്നോട് എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് പറയാനുള്ളവർ എവിടെ ഇട്ടാൽ മതി, കമൻറ്റ് ബോക്സിൽ ഇടണമെന്നില്ല. MLG Pro. ആദ്യം ഇതുണ്ടാക്കുന്നതിന് മുന്നേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് ലേശം ഒന്ന് ക്ലീൻ ആക്കിയാൽ മാത്രം മതിയായിരിക്കും. അപ്പം തന്നെ എനിക്ക് അത് ഉണ്ടാക്കാനുള്ള സ്ഥലമാവും. പിന്നെ ഇത് വലിയ ബിൽഡൊന്നും അല്ല, ഇതേ സൈസൊക്കെ വരുള്ളൂ. പറഞ്ഞാൽ റൈസ് ഓഫ് ദ ടൂം റൈഡർ കളിച്ചു ചേർത്ത് ഇപ്പോൾ ജഡായി ഫാളൻ ഓർഡറാണ് ഞാൻ കളിക്കുന്നത്. അഥവാ ഒരു ദിവസം എൻ്റെ വീഡിയോ ഒരു 12 മണിയായിട്ടും വന്നില്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, എന്തെങ്കിലും കാരണം എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ടാവും. ഏകദേശം കഴിയാറായി. ഇത്രയൊന്നും വേണ്ട, എന്നാലും ആ ഒരു ബിൽഡിങ് ഇവിടെ സ്റ്റക്കായി നിൽക്കുന്നത്, ഒരു തിങ്ങിക്കൂടി നിൽക്കുന്ന പോലെ എനിക്ക് കാണാനുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി കൂടി ക്ലീനാക്കുന്നത്. പിന്നെ ഞാൻ വാഴ 2 ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു, അതിൻ്റെ മുന്നത്തെ എപ്പിസോഡിലായിരുന്നു പറഞ്ഞത്. അതായത് ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്ത എപ്പിസോഡിലായിരുന്നു, അല്ലെങ്കിൽ ബെഡ്റോക്ക് ലോകത്തിൻ്റെ ആണെന്ന് ഓർമ്മയില്ല. എനിക്കൊന്ന് ഇന്നലെ റെക്കോർഡ് ചെയ്തതിലാണ്. അത് ഓഡിയോയിലൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് വെച്ചാൽ അടിപൊളി എന്ന് വെച്ചാൽ നല്ല രസമാണ്. അത് കണ്ട് ഇങ്ങനെ ഇരുന്നങ്ങ് പോകും, ബോറൊന്നും അടിക്കൂല. അടുത്തിടെയൊക്കെ എനിക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ബോറടി പോലെ തോന്നിയായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെയും ഡ്യൂഡൊക്കെ വന്നപ്പോൾ അടിപൊളിയായ പോലെ തോന്നിയതാണ്. ഇതങ്ങനെയല്ല, ഇത് മൊത്തം അടിപൊളിയാണ്. ഇത് വാഴ 1 പോലെ തന്നെ ഫസ്റ്റ് നല്ല രസം, പിന്നെ ലാസ്റ്റ് ഒരു സങ്കടമൊക്കെ ആക്കുന്ന പോലെ. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കണ്ടു നോക്ക്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ ഇത് ഇവിടെ മൊത്തം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ പൊട്ടിച്ചോ. റിസോഴ്സ് ഗ്യാതറിങ്ങിനൊന്നും പോകേണ്ടി വരില്ല, കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓരോന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഓൾറെഡി കുറേ വുഡും പിന്നെ കോബിൾ സ്റ്റോൺ ബ്രിക്സും കൂടി എടുത്തിട്ട് ഈ ശൾക്കറിലാക്കി വെച്ചായിരുന്നു. അപ്പം അതുണ്ടാക്കി ബാക്കിയുള്ള റിസോഴ്സസ് എൻ്റെ കയ്യിലുണ്ട്. അത് ഇത്രയാണ്, ഇത് മതിയാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഞാനിതൊന്നും ഇവിടെ ഉണ്ടാക്കട്ടെ. ഞാൻ എന്തായാലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഫ്ലോർ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വാതിൽ നിന്ന് പൊട്ടിച്ചടഞ്ഞായിരുന്നു. അത് തിരിച്ചു വെച്ചപ്പോൾ എല്ലാം റെഡിയായി. അതായത് ഞാൻ ഇങ്ങനെ ഡിസൈനൊക്കെ ആ ഐഡിയയിൽ കൊണ്ടുവരുന്നത്, ഇങ്ങനെ വെച്ചിട്ട് സ്റ്റെയർ വെച്ചിട്ട് ട്രാപ്പ് ഡോർക്ക് ഇങ്ങനെ വെക്കുന്നത്. അതിനകത്താണ് എനിക്ക് ആദ്യമായിട്ട് ഈ ഒരു ഐഡിയനെക്കുറിച്ച് ഐഡിയ കിട്ടിയത് തന്നെ. ഇതിൻ്റെ അകത്ത് പോയാൽ കണ്ട, ഇങ്ങനെ ഞാൻ വിൻഡോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ മെക്കാനിസം തന്നെ ഞാൻ ഇതിലും കൊണ്ടുവന്നു ഈ ഒരു ആർമർ ഷോപ്പിൽ. അപ്പോൾ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ ഫസ്റ്റ് ഇത് വെച്ചിട്ട് 2 ട്രാപ്പ് ഡോർ എടുത്ത് ഇവിടെ ഒന്ന്
ഇവിടെ ഒന്ന്. ഓക്കെ, അതേപോലെ ഇപ്പുറത്തും. ഇനി ഇതെടുത്ത് 2 ഫെൻസ് എടുത്ത് അയ്യോ ഇവിടെ വെക്കുക. ഇനി 2 പ്ലഷർ പ്ലേറ്റ് രണ്ടും അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടേബിളുമായി, കസ്റ്റമേഴ്സിനും ഓണറിൻ്റെയും കസാരയായി. ഇനിയിപ്പോൾ കുറച്ച് ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് ആർമർ വെക്കണം. 4 ആർമർ സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ഓപ്പോസിറ്റ് 2 ഇങ്ങനെ വെക്കാം. ആദ്യം ഇതൊന്ന് കറക്റ്റ് എല്ലാം ഫില്ലാക്കി. അടുത്തതാ ഇതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ഇവിടെ വെക്കാനായിട്ട്. അടുത്ത വീണ്ടും ഇതാണ്. പിന്നെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡായ നമ്മുടെ കോപ്പർ ആർമർ. യെസ്, ഇതിപ്പോൾ ഇത് 4 ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതാണ്. ഇതേപോലെ വേറെ ഉണ്ട് ഡയമണ്ടിൻ്റെ നെതറിൻ്റെ ഒക്കെ. അതൊക്കെ അവർ ഇമ്പോർട്ട് ചെയ്ത് തരും. അതന്നെ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു എപ്പിസോഡിലും ഓഡിയോ പ്രോബ്ലം ഒന്നും ഇല്ലയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ ബൈ ബൈ.